ഞാൻ മോനെ നമ്മളൊന്ന് ഉണ്ടാക്കുന്ന ദ്രോണക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കുക, അങ്ങനെ റെഡിയാവുന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പോലെ ഒന്നുമല്ല, നമ്മളെ രീതിയിൽ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ്. വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണേ. ഓക്കെ, എന്നാലും ഒന്ന് തുടങ്ങട്ടെ എന്നാലേ. ഓക്കെ, ഫ്രഞ്ച് ഫ്രൈസിന് എന്തെന്നാ വേണ്ടത്? ഉരുളക്കിഴങ്ങ്. അപ്പുറത്തുനിന്ന് ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടേ, അവിടെ കുഴക്കുന്നതാ. ഓക്കെ, എല്ലാം കൂടി. അപ്പൊ ദ്രോണ പറഞ്ഞ എനിക്ക് ഫ്രഞ്ച് ഫ്രൈസാ വേണ്ടത്. സുഖയില്ല, ക്ഷീണിതനാണ് ദ്രോണ. അപ്പോൾ വല്ലപ്പോഴും ഇതെല്ലാം പറയും. അപ്പോൾ ഉണ്ടായി കൊടുക്കാൻ വിചാരിച്ച് പെട്ടെന്ന് ഏകദേശം 8:30-9 മണിയായിപ്പോൾ. അപ്പോൾ ഇത് നല്ലോണം കഴിയുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇടാം. അങ്ങനെ കട്ട് ചെയ്യണം ഇനി കേട്ടോ. എടുത്തേതോണം റോണ എന്തിന് തീറ്റ ഇട്ട് കൊടുക്കുന്ന കാര്യമാണോ പറയുന്നത്? ഇന്നലെ നമ്മള് പിടിച്ച മീനിന് അല്ലോ റോണ? ചെറിയ കുട്ടി മീനാ, നെറ്റിയാപ്പൊട്ടൻ. ബ്രെഡാ കൊടുക്കുന്ന. നോക്കാം. അപ്പൊ ഇതൊന്ന് നല്ലോണം കഴുകിയതാണ് കേട്ടാ. അപ്പോൾ നമുക്കൊന്നിലേക്ക് മാറ്റാം. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ നല്ലോണം ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. നല്ലോണം നമ്മളൊരു തുണിയിൽ ഒപ്പിയെടുക്കും കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. എത്ര വേണോ? ഇത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതെല്ലാം മിക്സ് ചെയ്യാം കേട്ടോ. കോൺഫ്ലവർ നല്ലോണം ഉരുളക്കിഴങ്ങിൽ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കേട്ടോ. ഏകദേശം മിക്സിങ് ആയില്ല. രാത്രി എല്ലാം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ചപ്പാത്തിയും മുട്ട റോസ്റ്റും. ചപ്പാത്തി നല്ല അടിപൊളിയായിട്ട് നമ്മളിത് എത്ര കാലമായി ഉണ്ടാക്കുന്ന. ഏകദേശം ഓക്കെ, അത് പറയാം. ഇനി നമുക്ക് കുറച്ച് ഒന്ന് ചൂടായിട്ട് റൈസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. ചൂടായിരിക്കുന്നു അല്ലേ? ഓക്കെ, അതവിടെ കിടന്ന് പടക്കട്ടെ നല്ലോണം. ഇത് കണ്ട് ഹോട്ടലുകാരന് ഞെട്ടും ചിലപ്പോ നിങ്ങളെ ഷെഫായിട്ട് KFC-യിൽ വിളിക്കും. ചിലപ്പോൾ KFC-യിൽ വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഉരുളൊക്കെ ഞാൻ അങ്ങനെ വന്നാല് വേസ്റ്റായി പോവില്ല. ഇതിന്റെ കളർ നിങ്ങൾ നോക്കണ്ട, ഇതിലൊന്നുമില്ല. കോൺഫ്ലോർ മാത്രമേ ഉള്ളൂ. ഉപ്പും മുളക് ഒന്നിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാ കോരി മാറ്റി താരെ നോക്കിക്കോളെ. ലേശം രോഗം ബാധിച്ച ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ ഉണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ടേസ്റ്റ് നല്ല ടോപ്പായിരിക്കും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റരുത്. ഒറ്റ മിനിറ്റേ. ഓക്കെ, ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ. ഇത് നമ്മളെ സെക്കൻഡ് നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഇത് ലേശം ഒരു കട്ടി ആയിപ്പോയി. അതാണ് ലേശം വീഴും. നിങ്ങൾ മുറിക്കുന്ന കണ്ടേരേ എനിക്ക് തോന്നി നല്ല പെർഫെക്റ്റ് നല്ല സ്മെല്ല് കേട്ടാ. ഫ്രഞ്ച് ഫ്രൈസ് വേറെ രീതിയിൽ ഉണ്ടാക്കും. മക്കളെ പല രീതിയിലുണ്ട്. നമുക്കറിയുന്ന ആകെ ഒരു രീതി ചെയ്ത് ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും മാറി ഇട്ടിട്ടെല്ലാം ഉണ്ടാക്കും. നമുക്കിപ്പോ എണ്ണയിലിട്ടിങ് എടുക്കാം. അതെല്ലാം വലിയ വലിയ ടീമുകൾ എന്ത് ഇങ്ങനെ ഉണ്ടാക്കി നമ്മളെ കച്ചേനി ഉപ്പും മുളകില്ലാത്തൊരു ഫ്രഞ്ച് ഫ്രൈസ് അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നു.
ഇത് നല്ല ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ട്രിപ്പും നല്ല എടുക്കേണ്ട ഒരു പരുവത്തിലായിക്കില്ല അച്ചു. ഇതിലേക്ക് ഉണ്ടാവില്ല, ചൂടാണ്. നേരത്തെ കുറച്ച് എണ്ണ ചൂടായി പോയി, അതാ കളർ പെട്ടെന്ന് മാറി. ഈ ഒരു കളറായി വീണ്ടും ട്രിപ്പ് ഏകദേശം ആയി കേട്ടോ. ആ പിള്ളത്തിന് കിട്ടി, ഒന്ന് ചാടിക്കാടി. ഓക്കെ, സെക്കൻഡ് ട്രിപ്പ് കുറച്ചും കൂടെ നല്ല വൃത്തി കിട്ടി കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൻ്റെ നമ്മൾ ചാടൊന്നുമില്ല, അതിൽ തന്നെ ഇടുന്നുണ്ട്. നല്ല സൂപ്പർ ആയിക്കില്ലേ സെക്കൻഡ് ട്രിപ്പ്? മറ്റേ ലേസം ടൈപ്പ്. അപ്പോൾ ഇതാക്കിയിട്ട് വേണം ചപ്പാത്തി. ചപ്പാത്തി ഉണ്ട്. റോണൊക്കെ ഇട്ട് കൊടുക്കാതെ തന്നെ ഓനിട്ട് ഇങ്ങനെ വെറിയായിട്ട് നിൽക്കും. നെല്ലേക്ക് ഇട്ട് കൊടുക്കല്ലേ? ഓ സോസെല്ലാം കുറേ എടുക്കണ്ടല്ലോ. റോണേ തിന്നിട്ട് അഭിപ്രായം പറ. అడ్డిగుళియా చాలా బాగుంది బాబు. నా అప్సన్ కూడా టేస్ట్ చేయటలా. చాలా బాగుంది బాబు. చాలా బాగుంది, చాలా బాగుంది. നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നില്ലല്ലോ, അതിന്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എളുപ്പത്തിൽ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേറെ രീതിയിലുള്ള ഉണ്ടാക്കുന്ന അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോയിൽ. ഓക്കെ, മുട്ട റോസ്റ്റ് ഉരുളക്കിഴങ്ങിന്റെ പീസ് കുറെ ഇട്ടി കേട്ടോ, ഉള്ളി മാത്രമല്ല. അപ്പം എങ്ങനെയാണ് കഴിക്കാറ്? ഹാർഡ് വർക്ക, ഫുൾ വർക്ക. ഓക്കെ അല്ലേ? അങ്ങനെ ഇപ്പുറത്ത് ചപ്പാത്തി, ഇപ്പുറത്ത് മുട്ട റോസ്റ്റ്. എല്ലാം സ്പീഡാണ്. ഒരു 9 വരെ നമുക്ക് എല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. നമ്മുടെ ചപ്പാത്തി മുട്ട റോസ്റ്റ് റെഡി ആയിക്കാം. ഏകദേശം സമയത്തിലായി 9:30 കഴിഞ്ഞ കേട്ടോ. സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയ മുട്ട റോസ്റ്റ്. ചപ്പാത്തി, മുട്ട റോസ്റ്റും ചപ്പാത്തി. ഇതല്ല മുട്ട റോസ്റ്റും ചപ്പാത്തിയും. ചൂടുണ്ടാവുക സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കി തിന്നുമ്പോൾ എൻ്റെ ടേസ്റ്റ് വർക്കിങ്ങാണ്. ആവി പറക്കുന്നു. ബാగుంది, చాలా బాగుంది, సూపర్.